നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ബറബാസ് മതി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 40 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കില്ലായിരുന്നു. എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞത് പോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് എന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും അവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഗലീലയിലും ശമര്യയിലും യഹൂദയിലും ചുറ്റി സഞ്ചരിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി. രോഗികളെന്ന് പറഞ്ഞാൽ ജന്മനാരോഗികൾക്കും സൗഖ്യം നൽകി. ഒരു പനിക്കോ തലവേദനയ്ക്കോ അല്ല, മറിച്ച് ജന്മനാ മുടന്തരായവർക്ക്, ജന്മനാ കുരുടരായവർക്ക്, അതുപോലെ ജന്മനാ ചെകിടരും ഊമരുമായവർക്ക്, പിന്നെ ഒരു മരുന്നും ഇല്ലാത്ത കുഷ്ഠരോഗികൾക്ക്, ഭൂതഗ്രസ്തർക്ക് ഒക്കെയാണ് യേശു സൗഖ്യം നൽകിയത്. മരിച്ചവരെ യേശു ഉയർപ്പിച്ചു. അതുപോലെ ആവശ്യഭാരങ്ങളാൽ ഞെരുങ്ങിയ ആളുകൾക്ക് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി വിശന്നവർക്ക് ആഹാരം നൽകി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനാൽ ഉപകാരം പ്രാപിച്ചവർ ആയിരങ്ങളായിരുന്നു, അല്ലെങ്കിൽ 10,000-ങ്ങളായിരുന്നു. പക്ഷേ ബറബാസിനെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഉണ്ടായിട്ടില്ല. ബറബാസ് തൂക്കിലേറ്റപ്പെടുവാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. തൂക്കിക്കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ വെറും ഒരു മോഷണം കൊണ്ടൊന്നും ആ ആളെ തൂക്കിക്കൊല്ലുകയില്ലല്ലോ. അങ്ങനെയുള്ളവരൊക്കെ അടുപ്പിക്കത്തേ ഉള്ളൂ ചമ്മട്ടി കൊണ്ട്. ഇത് കൊലപാതകനും കവർച്ചക്കാരനുമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പുറത്തു വന്നാൽ അവരുടെ സ്വൈര്യം നഷ്ടപ്പെടും, അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയാണത്. സാധാരണ പെസഹയുടെ ദിവസം വലിയ സന്തോഷത്തിൻ്റെ ദിവസമായതുകൊണ്ട് ഒരു കുറ്റവാളിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പതിവ് റോമാക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ പീലാത്തോസ് തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ട് യേശുവിൽ കുറ്റമൊന്നും കാണാതിരുന്നത് കൊണ്ടും അസൂയ കൊണ്ടാണ് ഇവരെ യേശുവിനെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലായതുകൊണ്ടും ഒരു ഓപ്ഷൻ വെച്ചു. ഉത്സവം തോറും ഞാൻ നിങ്ങൾക്കൊരു തടവുകാരനെ സ്വതന്ത്രനാക്കാറ് പതിവുണ്ടല്ലോ. ഇന്ന് സ്വതന്ത്രനാകേണ്ടത് ബറബാസാണ്. ബറബാസിനെ എല്ലാവർക്കും അറിയാം, കുറ്റവാളിയാണ്, കൊടുംകുറ്റവാളിയാണ്. അയാളെ വിട്ടയക്കണമോ നിങ്ങളുടെ രാജാവിനെ വിട്ടയക്കണമോ? യഹൂദന്മാരുടെ രാജാവെന്ന് ജനങ്ങൾ പറയുന്നവനെന്നല്ല, പീലാത്തോസ് തീർത്ത് പറയുകയാണ് നിങ്ങളുടെ രാജാവ്. കാരണം യേശു അത് പറഞ്ഞിരുന്നു പീലാത്തോസിനോട്, ഞാൻ രാജാവ് തന്നെയാണ്, പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇവിടെയുള്ള ഭരണാധികാരികളെ തുരത്തിയിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ചേവകർ വന്ന് പോരാടുമായിരുന്നല്ലോ. എൻ്റെ രാജ്യം ഐഹികമല്ല, ആത്മീകമാണ്. ആളുകൾക്ക് ആത്മീകമായ വിപ്ലവം നൽകുക, ആളുകളുടെ മനസ്സിന് മാറ്റം വരുത്തുക, അവരെ ആത്മീകരായി മാറ്റുക, ദൈവരാജ്യം അവരുടെ ഹൃദയത്തിൽ നൽകുക, ദൈവത്താലുള്ള ഒരു ഭരണം മനുഷ്യ ഹൃദയത്തിലുണ്ടാകുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ പീലാത്തോസിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പീലാത്തോസ് പറഞ്ഞത്, നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണമോ അതോ നിങ്ങളുടെ കള്ളനെ, കവർച്ചക്കാരനെ, കൊലപാതകനെ വിട്ടുതരണമോ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുകയാണ്, അവനെ വേണ്ട, ബറബാസിനെ മതി. അയ്യോ, ബറബാസ് ഇറങ്ങിയാൽ അത് ഞങ്ങളുടെ അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ
വീടിന്, സ്വത്തിന്, ഞങ്ങളുടെ സ്വൈര ജീവിതത്തിനൊക്കെ പ്രശ്നമാണ്, അത് വേണ്ട, എങ്കിൽ പിന്നെ യേശുവിനെ വിട്ടേക്ക് എന്ന് പറയുമെന്ന് യഹൂദനല്ലാത്ത പീലാത്തോസ് വിചാരിച്ചു. പക്ഷേ ജനത്തിൻ്റെ ഹൃദയകാഠിന്യം, അവര് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അസൂയ നിമിത്തം അവര് യേശുവിനെ തള്ളിപ്പറയുകയാണ്, അവര് കവർച്ചക്കാരനെ സ്വീകരിക്കുകയാണ്. പിന്നെ എങ്ങനെ അവർക്ക് സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും? ദൈവം അവർക്ക് സമാധാനം നൽകുമോ? അവിടെ പാർക്കാനായി ദൈവം അനുവദിക്കുമോ? തൻ്റെ പൊന്നോമന പുത്രനെ ഇതുപോലെ തള്ളിക്കളയുകയും കവർച്ചക്കാരനെ മതിയെന്ന് പറയുകയും ചെയ്ത യഹൂദന്മാർ അതിൻ്റെ ശിക്ഷ കണക്കിന് പിന്നീട് അനുഭവിക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മതി, യേശു മതി ഞങ്ങൾക്കെന്ന് പറയുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായല്ലോ. യേശുവിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിച്ചല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.